ലീനിയർ കൺവല്യൂഷൻ്റെ ന്യൂമറിക്കലാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെർഫോം ലീനിയർ കൺവല്യൂഷൻ ബിറ്റ്വീൻ ദീസ് ടു മെട്രിസസ് എക്സ് ഓഫ് എം എൻ ആൻഡ് എച്ച് ഓഫ് എം എൻ ആസ് ഗിവൻ ബിലോ. എക്സ് ഓഫ് എം എൻ തന്നിട്ടുണ്ട്, എച്ച് ഓഫ് എം എൻ തന്നിട്ടുണ്ട്. അപ്പോൾ കൺവല്യൂഷൻ നമുക്കറിയാം, അത് കോറിലേഷൻ പോലെ തന്നെയാണ്, ജസ്റ്റ് ദാറ്റ് 180 ഡിഗ്രി റൊട്ടേഷൻ ഒരു ഷിഫ്റ്റ് കാണും. പിന്നെ ഇതിൻ്റെ ആൻസർ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡിറ്റർമൈൻ ഡയമെൻഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് മെട്രിക്സ്. ഇതിൻ്റെ അകത്തേക്ക് വരുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. എക്സ് ഓഫ് എം എൻ എന്ന് പറഞ്ഞാൽ അത് 3 rows 3 column, അപ്പോൾ 3x3 മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ എച്ച് ഓഫ് എം എൻ എന്ന് പറഞ്ഞാൽ 1 row 3 column ആണ്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ, റിസൾട്ടൻറ്റ് ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. റിസൾട്ടൻറ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഓഫ് എക്സ് ഓഫ് എം എൻ, അതായത് 3 പ്ലസ് നമ്പർ ഓഫ് റോസ് ഓഫ് എച്ച് ഓഫ് എം എൻ, അത് 1. 3 + 1 - 1 ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് 3 ആണ്, പ്ലസ് നമ്പർ ഓഫ് കോളംസ് ഓഫ് എച്ച് ഓഫ് എം എന്നും 3 ആണ്, -1, അതായത് 3 × 5 വരും. അപ്പോൾ 3/5 മെട്രിക്സ് ആണ് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത്. ഇനി അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണാൻ പോകുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ മെട്രിക്സ് കണ്ടോ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇപ്പോൾ 0 0 ആണ്, ഇത് 0 1 ആണ്, ഇത് 0 2 ആണ്, അങ്ങനെ വരല്ലേ. അപ്പോഴത്തേനും എം ആദ്യം 0 പിന്നെ n ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോഴത്തേനും നമ്മൾ മെട്രിക്സ് ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഇത് വരയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ആക്സസുകളുണ്ട് 2 എണ്ണം. ഇത് എം ആണ്, ഇത് n ആണ്. അപ്പോൾ നമുക്കിപ്പം ഫസ്റ്റ് ഒറിജിൻ 0 ആണ്, അപ്പോൾ m = 0 ഉണ്ട്, m = 1 ഉണ്ട്, m = 2 ഉണ്ട്, 3 എണ്ണം ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ n 3 എണ്ണം ഉണ്ട്, അപ്പോൾ n = 0 ഉണ്ട്, n = 1 ഉണ്ട്, n = 2 ഉണ്ട്. n = 0 എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. അപ്പോഴത്തേനും ഇനി എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 0 0 0 0 വരുന്നത് 1 ആണ്. അപ്പോൾ നമ്മളിതിനെ 1 എന്ന് എഴുതും. ഇവിടെ 0 1 വരുന്നത് 2 ആണ്, അപ്പോൾ നമ്മളിവിടെ 2 എന്ന് എഴുതി. 0 2 വരുന്നത് 3 ആണ്, അപ്പോൾ നമ്മളിവിടെ 3 എന്ന് എഴുതി. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മേളിലേക്ക് നമ്മൾ എഴുതുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് 4 വരും, 5 വരും, 6 വരും, അതുപോലെ 7 വരും, 8 വരും, 9 വരും. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് എം എൻ്റെ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണിത്. ഓക്കെ, ഇനി എച്ച് ഓഫ് എം എൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാം. അപ്പോൾ എച്ച് ഓഫ് എം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റോ മെട്രിക്സ് ആണ് ഉള്ളത്. ഈ റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്, സാധാ പോലെ തന്നെ നമുക്ക് ആദ്യം ഒരു ആക്സസ് വരയ്ക്കാം. ആക്സസ് വരച്ചിട്ട് ഇവിടെ എം വരും, ഇവിടെ n വരും, ഇവിടെ m = 0, m = 1, m = 2, n = 0, n = 1, n = 2. എന്നിട്ട് അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ റോ മെട്രിക്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് 0 0 എന്ന് പറഞ്ഞാൽ 3 വരും, 0 1 എന്ന് പറഞ്ഞാൽ 4 വരും, 0 2 എന്ന് പറഞ്ഞാൽ 5 വരും. പക്ഷേ നമുക്കിത് കൺവല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് 180 ഡിഗ്രി റൊട്ടേഷൻ വരും. അപ്പോൾ നമുക്ക് എച്ച് ഓഫ് -m -n കണ്ടുപിടിക്കണം. അതായത് ഇത് 180 ഡിഗ്രി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും, ഇത് ഈ ആക്സിസിലേക്ക് താഴേക്ക് ഇറങ്ങും. ഇനി നമ്മൾ ഇത് ജസ്റ്റ് തിരിച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമുക്ക് 180 ഡിഗ്രി റൊട്ടേഷൻ അല്ലേ, അപ്പോൾ നേരെ ഇങ്ങോട്ട് എഴുതും. അതായത് നമുക്ക് എന്ത് വരും, 3 4 5 വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എച്ച് ഓഫ് -m -n കിട്ടി, എക്സ് ഓഫ് എം എനും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കത് ജസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ, എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റ് മെട്രിക്സ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റ് മെട്രിക്സ്. നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു 3 × 5 മെട്രിക്സ് ആയിരിക്കും, അതായത് 3 റോസും 5 കോളംസും ഉള്ള മെട്രിക്സ് നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓരോന്നിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ y(0 0) പോകും. അപ്പോൾ നമുക്കറിയാം കോൺവല്യൂഷൻ കോറിലേഷനും ഒക്കെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണ്, അതായത് ഓരോ യൂണിറ്റ് വീതം നീങ്ങിയാൽ പോകുന്നത്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ പോയി ഈ ഒരു റോ കഴിയുമ്പോഴത്തേനും പിന്നെ അടുത്ത റോ തുടങ്ങും, പിന്നെ അടുത്ത റോ, അത് എത്ര റോ ഉണ്ടോ അത് മൊത്തത്തിനെ ഇങ്ങനെ ഓരോ യൂണിറ്റ് വീതം ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. 0 0 അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ മെട്രിക്സ് ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ വരച്ചില്ലേ, അത് നമ്മൾ വരയ്ക്കണം. അതായത് ഈ ഒരു എക്സ് ഓഫ് എം എൻ നമ്മൾ ആദ്യം വരയ്ക്കണം.
അതുപോലെ തന്നെ നമ്മൾ എച്ച് ഓഫ് മൈനസ് എം മൈനസ് എന്നും വരയ്ക്കണം. അപ്പോൾ എങ്ങനെ വരും? എച്ച് ഓഫ് മൈനസ് എം മൈനസ് എൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയപ്പോഴത്തേനും ഇവിടെ സീറോസ് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കറിയാം പാഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ പാഡിങ് ചെയ്തതാണ് ഈ കണ്ടത്. അതായത് ഈ ഒരു മെട്രിക്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പാഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ എല്ലാ കേസിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 0 0 നോക്കണ്ട. അപ്പോൾ 0 0 എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു പിക്സലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ കേസിൽ 0 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് നമ്മൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് രണ്ടും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 × 3 ആയിരിക്കും വാല്യൂ. ഏതിൻ്റെ y of 0 0ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 × 3 ആയിരിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ കഴിഞ്ഞു. ഇനി നമ്മുടെ y of 0 1 നമ്മൾ എടുക്കുക. ഓക്കെ, y of 0 1 എടുക്കാനായിട്ട് നമുക്ക് ഈ മെട്രിക്സ് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം വരയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ എച്ച് ഓഫ് മൈനസ് എം മൈനസ് എൻ എടുക്കുമ്പോഴത്തേനും നമുക്ക് ചെറിയൊരു വേരിയേഷനുണ്ട്. അതായത് നമ്മളിപ്പം 3 ഇവിടെയായിരുന്നു. നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു റോ ഇല്ലേ, ഈ റോയിനെ നമ്മൾ മേളിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഈ വരും ഇവിടെ 4 വരും, ഇവിടെ 5 വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പാഡിങ് ചെയ്യുന്നത് കൊണ്ട് ഇതിപ്പം 3 rows 3 column ആയതുകൊണ്ട് നമ്മളിവിടെ പാഡിങ്ങും ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ y of 0 1 നോക്കുന്നത്. y of 0 1 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ സം ഓഫ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഇതാണ്, പക്ഷേ അതുപോലെ തന്നെ ഇതും എടുക്കേണ്ടതുകൊണ്ട് നമുക്ക് ഈ കേസിൽ വരുമ്പോഴത്തേനും അതുപോലെ തന്നെ ഈ 0 0 എടുക്കണം. അതുപോലെ തന്നെ എന്തും എടുക്കണം? n of 1 എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് വരും? 1 × 4 വരും, 1 × 4 വരും, 2 × 3 വരും. ഏത്? y of 0 1 എന്ന്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ സമ്മാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വരും? 10 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വാല്യൂ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വാല്യൂ കണ്ടുപിടിക്കാം. അതുപോലെ നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ഇൻക്രീസ് ചെയ്യും, അതായത് മേളിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇതിപ്പോൾ 0 2, അതായത് ആക്ച്വലി ഈ 0 2 ആണ്, പക്ഷെ അതുവരെയുള്ള എല്ലാത്തിൻ്റെയും നമ്മൾ എടുക്കണം. ഇവിടെ അതുപോലെ തന്നെ 0 തൊട്ട് 2 വരെയുള്ള എല്ലാം എടുക്കണം, അതായത് ഇതെടുക്കണം. അപ്പം നമുക്ക് വാല്യൂ എന്തായിരിക്കും? y of 0 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 1 × 5 പ്ലസ് ഈ 2 × 4 പ്ലസ് 3 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 22 വരും. ഓക്കെ, അതുപോലെ അപ്പോൾ നമ്മുടെ ഇതും കഴിഞ്ഞു. ഇനി നമ്മൾ y of 0 3 എടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എച്ച് ഓഫ് മൈനസ് എം മൈനസ് എൻ എടുക്കുമ്പോഴത്തേനും നമ്മൾ ഒന്നുകൂടെ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ 0 വരും, ഇവിടെ 5 വരും, ഇവിടെ 4 വരും. ഇതിന് മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 3 പോകും മേളിലേക്ക്. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പാഡ് ചെയ്യുന്നു. ഇനി ഈ കേസിൽ നമ്മൾ 0 3 എടുക്കുന്നത്, അതായത് 0 തൊട്ട് 3 വരെയുള്ള എല്ലാ കേസുകളും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ y of 0 4 കണ്ടുപിടിക്കുക. ഇനി ഇതുപോലെ നമ്മൾ എച്ച് എഴുതുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ റോസ് തീരുന്നത് വരെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതായത് ഒരു കംപ്ലീറ്റ് റോ കഴിയുന്ന വരെ നമ്മൾ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യണം, ബിക്കോസ് സെയിം റോ ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പുറത്ത് 0 വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ നമുക്കത് സർക്കിൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേനും ഇത് 0 ആണ്, ഇത് 0 ആണ്. പക്ഷേ 3ഉം 5ഉം നോക്കുമ്പോഴത്തേനും അത് നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ 0 4 അല്ല, അപ്പോൾ 0 4 വരെയുള്ള എല്ലാ വാല്യൂസും നമ്മൾ എടുത്തെടുത്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y of 0 4 is equal to 3 × 5 that is equal to 15 കിട്ടും. നമ്മൾ ഒരു റോ കഴിഞ്ഞു, 0 4 വരെ കഴിഞ്ഞിട്ട് അടുത്ത റോ നമ്മൾ തുടങ്ങുമ്പോഴത്തേനും ഇത്ര നേരം നമ്മൾ മേലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇനി നമ്മൾ ചെയ്യേണ്ടത് റൈറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഈ ഒരു റോയിനെ നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ സീറോസ് വെച്ചിട്ട് പാഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് y of 1 4 ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഫസ്റ്റ് റോയിൽ 4 വരെയുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 വരെയുള്ള എല്ലാ വാല്യൂസും നമ്മൾ എടുക്കും. അപ്പോൾ അതായത് 4 5 6 എടുത്തു, ഇപ്പുറത്തും അതുപോലെ തന്നെ എല്ലാം എടുത്തു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 ഇവിടെ വരുന്ന കേസിൽ, 0 മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കേസിൽ നമ്മൾ അതിനെ സർക്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? 6 × 5 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ y of
ആക്ച്വലി എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 5 പ്ലസ് 5 ഇൻറ്റു 0 പ്ലസ് 4 ഇൻറ്റു 0 ആണ്. പക്ഷേ അത് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 5 ആണല്ലോ, അപ്പോൾ നമ്മൾ 0 വരുന്ന കേസ് എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് എവിടെ എന്ത് വരും? 30 വരും നമ്മുടെ ഇവിടുത്തെ ആൻസർ. അപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അടുത്ത കേസിൽ നമ്മൾ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ആദ്യം നമ്മൾ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഒരു റോ കഴിയുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് താഴത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്. y ഓഫ് 1,3 ആണ് അടുത്ത കണ്ടുപിടിക്കുക. അപ്പോൾ ഈ കേസിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ താഴത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്, ഈ നേരത്തെ ഉണ്ടായിരുന്നതിന് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതായത് 0 ഇതിനെ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മേളിൽ ആക്ച്വലി എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ്, അതായത് ഇത് കണ്ടോ, ആക്ച്വലി 3, 4, 5 ആയിരുന്നു. അതിനെ നമ്മൾ ആദ്യം മേളിലേക്ക് കൊണ്ടുപോയി പിന്നെ താഴേക്ക് കൊണ്ടുപോയി. അപ്പോൾ 5യുടെ മേളിൽ 4 ആണ് വരുന്നത്. അപ്പോൾ ഇതിനെ ഇവിടെ 4 വരും, ഇവിടെ 5 വരും, ഇവിടെ 0 വരും. കണ്ടുപിടിക്കേണ്ടത് y ഓഫ് 1, 3. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 തൊട്ട് 3 വരെയുള്ള എല്ലാം കണ്ടുപിടിക്കണം. y ഓഫ് 1, 3 എന്ത് കിട്ടും? 6 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 5 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 49 വരും. ഇനി y ഓഫ് 1, 2 കണ്ടുപിടിക്കണം. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ 0, 0, 0 ആയിരിക്കും. ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3, 4, 5 വരും. ഓക്കെ, ഇത് നേരത്തെ പോലെ 0, 0, 0 ആയി. 58 വരും. ഇനി നമുക്ക് y ഓഫ് 1, 1 അതുപോലെ തന്നെ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഈ റോ നമ്മുടെ തീരാത്തത് കൊണ്ട് നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരുന്നത് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റിൽ താഴത്തേക്ക് തന്നെ കൊണ്ടുവരുന്നത്. ഇത് പിന്നെ താഴത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് h ഓഫ് 1 മൈനസ് m 1 മൈനസ് n. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ 1 to 1 വരെ, അതായത് 1 തൊട്ട് 1 വരെയുള്ള. ഇനി നമുക്ക് y ഓഫ് 1, 0 ഉണ്ട്, അത് സെയിം പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ y ഓഫ് 1, 0 എന്ന് പറയുന്നത് ഈ 4 ഇൻറ്റു 3 ആയിരിക്കും. 4 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 2 റോസും കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ഇതിങ്ങനെ വന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി താഴത്തേക്ക് നമുക്ക് y ഓഫ് 2, 0 ആണ് കണ്ടുപിടിക്കേണ്ടത് അടുത്തതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ റോ കഴിയുമ്പോഴത്തേനും നമ്മളൊരു റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ കഴിഞ്ഞപ്പോഴത്തേനും റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് റോ കഴിയുമ്പോൾ നമ്മൾ അടുത്ത റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു കോളത്തിന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാഡിങ് ഉണ്ടാവും. അപ്പോൾ 0, 0, 0, 0, 0, 0 ഈ ഒരു ലൈനിൽ നമ്മൾ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ 0, 0, 3, 4, 5 ജസ്റ്റ് ഈ ഒരു ലൈനിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഓഫ് 2, 0 is equal to 7 into 3 that is equal to 21 വരും. സെയിം പോലെ തന്നെ നമുക്ക് ബാക്കിയും കണ്ടുപിടിക്കാം. അതായത് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേളിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഒരു റോ കഴിഞ്ഞപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു, പിന്നെ താഴേക്ക് എടുത്തു, പിന്നെ ഒരു റോ കഴിഞ്ഞപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു, പിന്നെ മേളിലേക്ക് എടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മേളിലേക്ക് എടുക്കുന്നു. 0, 0, 0 നമുക്കിപ്പം 2, 1 അല്ലേ, 2, 1 എന്ന് പറയുമ്പോൾ സെക്കൻഡിൽ 1 വരെയുള്ളത്. അപ്പോൾ ഇതും വരും. ഇപ്പോഴത്തെ കേസിൽ 4ഉം 3ഉം വരും, അതായത് 52 വരും. അടുത്ത കേസ് ഇതുപോലെ തന്നെയാണ്. ഈ ഒരു ആക്സസിനെ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2, 2 ആണ്, അതായത് 2 തൊട്ട് 2 വരെയുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു 94 വരും. ഓക്കെ, y ഓഫ് 2, 3 y ഓഫ് 2, 3 എന്ന് പറയുമ്പോൾ 50 ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ 0, 0, 0 വരും, 0, 0, 0 വരും. അപ്പോൾ 3 പോകും മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. നമുക്ക് ഇവിടെ 4, 5, 0 വരും. നേരത്തെ പോലെ തന്നെ 2 തൊട്ട് 3 വരെ. ഓക്കെ, അതായത് 76 വരും. ആൻഡ് ലാസ്റ്റ് വൺ y ഓഫ് 2, 4 ആണ്. സെയിം കേസ് വരും. സെയിം റോയിലായതുകൊണ്ട് നമുക്ക് റൈറ്റ് ഷിഫ്റ്റ് വരുന്നില്ല. റോ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റൈറ്റ് ഷിഫ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അതേപോലെ തന്നെ എഴുതിയിട്ട് ഇതിന് നമ്മൾ മേളിലേക്കല്ലേ എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ 3, 4, 5 ആയിരുന്നു, അത് 4, 5, 0 ആയി. ഇനി 5, 0, 0 ആകും. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 തൊട്ട് 4 വരെ. അപ്പോൾ ഇവിടെ 0 വരുന്നതുകൊണ്ട് നമ്മൾ അതിനൊന്ന് സർക്കിൾ ചെയ്യേണ്ട, ഇതും എടുത്താൽ മതി നമുക്ക്. അപ്പോൾ y ഓഫ് 2, 4 എന്ന് പറയുന്നത് 45 കിട്ടി.
അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് അതിനെ ഒരുമിച്ച് എഴുതുക ചെയ്യേണ്ടത്. ഒരുമിച്ച് എഴുതുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മെട്രിക്സ് കണ്ടില്ലേ, ഈ മെട്രിക്സിൻ്റെ അതേ ഫോമിലേക്ക് നമ്മൾ എഴുതുക ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ഇത് നമുക്ക് എഴുതാം. ഇതാണ് നമ്മുടെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് 3 റോസ് ഉണ്ട്, അപ്പോൾ 3 എഴുതി. 5 കോളംസ് ഉണ്ട്, അപ്പോൾ എഴുതി. ഇനി നമുക്ക് 0 0 എന്ന് പറയുമ്പോൾ 3 ആണ്, 0 1 എന്ന് പറയുമ്പോൾ 10 ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി ഫില്ല് ചെയ്യുക. 10 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇതോടെ നമ്മുടെ ആൻസർ കഴിഞ്ഞു.